ഞങ്ങൾ 2 വർഷങ്ങൾക്ക് മുമ്പൊരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ പ്രവാസികളെ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ ജാതിമത സംഘടനാ വിശ്വാസങ്ങൾക്ക് അതീതമായി ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം പ്രവാസം മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ ആളുകൾ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. തന്നെയുമല്ല, പരസ്പരമുള്ള ബന്ധം, പരസ്പരമുള്ള കണക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ അവരെ വർഷത്തിലൊരിക്കൽ ഒന്നിച്ച് കൂട്ടുവാനും സൗഹൃദം പുതുക്കുവാനും സൗഹൃദം പുനഃസ്ഥാപിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടിയുള്ള ഒരു ശ്രമം 2 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. വർഷത്തിലൊരിക്കൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രവാസികൾ ഒന്നിച്ചു കൂടുക എന്നുള്ളതാണ് കോൺസെപ്റ്റ്. അതിന് ഞങ്ങൾ ഹാർമണി എന്നാണ് പേരിട്ടിരിക്കുന്നത്. BKS ഹാർമണി എന്നാണ് പേരിട്ടിരിക്കുന്നത്. 2023 ആദ്യ ഹാർമണി. 2023 ഓഗസ്റ്റ് 19 തിരുവനന്തപുരത്ത് ഉദയസമുദ്രം വെച്ച് കൂടി. അത് ബഹുമാനപ്പെട്ട അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടനം ചെയ്ത്. ഏതാണ്ട് 600ഓളം കുടുംബങ്ങൾ അവിടെ അന്ന് പങ്കെടുക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം തൃശ്ശൂർ, കേരളത്തിൻ്റെ മധ്യപ്രദേശം എന്നുള്ളതൊക്കെ തൃശ്ശൂർ ഹയാത്തി റീജൻസിൽ വെച്ച് ഹാർമണി അല്ലെങ്കിൽ പ്രവാസി കുടുംബ സംഗമം നടന്നു. അവിടെ 800ഓളം കുടുംബങ്ങൾ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് P. ശ്രീധരൻപിള്ളയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷം കേരളത്തിൻ്റെ വടക്കേ ഭാഗമായ കണ്ണൂരിൽ വെച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് 16, അതായത് അടുത്ത മാസം 16 കണ്ണൂർ ശ്രീകൃഷ്ണ റിസോർട്ട് ഹോട്ടലിൽ വെച്ചാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പ്രവാസികൾ ഒരുമിച്ച് അല്ലെങ്കിൽ പ്രവാസികളുടെ ഒരു ഐക്യം എന്നുള്ളതാണ്. ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നിട്ടുള്ള പ്രവാസികളും ഇവിടെ സ്ഥിരതാമസമാക്കിയ പ്രവാസികളും ചേർന്ന് 1000ഓളം പേര് ഈ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 600ഓളം പേര് ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 1000ഓളം പേര് പങ്കെടുക്കും. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് 2 തൊട്ട് രാത്രി 10 മണി വരെയാണ്. പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അഭിമുഖീകരിക്കാനും അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ചെറിയ ശ്രമങ്ങളും ഞങ്ങൾ ഇതിന് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായി 2 വീടുകൾ ഞങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും പ്രവാസം മതിയാക്കി തിരികെ എത്തി അവർ വിവിധങ്ങളായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ഏർപ്പെട്ട് ജീവിതം ചോദ്യചിഹ്നമാക്കി മാറിയ 2 ബഹ്റിൻ പ്രവാസികളുടെ വീട് ഞങ്ങളിപ്പോൾ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പം ഇങ്ങനെ 16 നടക്കുന്ന വലിയ പ്രവാസി സംഗമത്തിൽ അതിന് ന്യൂസ് കവർ ചെയ്ത് നിങ്ങൾ ഇത് ജനങ്ങളിൽ എത്തിക്കണം. അത് അപേക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ബഹ്റിൻ പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. ഇത് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാം, തിരിച്ചു വന്ന പ്രവാസികൾക്കും അവിടെയുള്ള പ്രവാസികൾക്കും രാഷ്ട്രീയ സംഘടനകളുടെ പേരിലുള്ള സംഘടനകളുണ്ട്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും വരുന്നുണ്ട്. എല്ലാ പാർട്ടികളിൽപ്പെട്ട ആളുകൾ വരുന്നുണ്ട്. ജനപ്രതിനിധികൾ, ഒരുപക്ഷെ മന്ത്രിമാർ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രവാസികളെ ഒന്നിച്ച് ഒരു ചരടിൽ കോർക്കുവാനുള്ള ശ്രമമാണ്. നോർക്കയുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്ത് നോർക്കയുടെ ഒരു ഇൻ്ററാക്റ്റീവ് സെഷനുണ്ട്. കാരണം നോർക്കയാണല്ലോ കേരള ഗവൺമെൻറ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി നിയുക്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ പ്രതിനിധികളും ഇവിടെ എത്തി. അതുപോലെ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തി. ഇവിടെയുള്ള ഇവിടെ എത്തുന്ന പ്രവാസികളുമായി നേരിട്ട് ഒരു ഇൻ്ററാക്റ്റീവ് സെഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല ഓപ്പണാണ്. ഞങ്ങളുടെ ഒരു മെമ്പർ മരിച്ചാൽ അന്ന് രാത്രി 10 ലക്ഷം രൂപ വൈഫിൻ്റെ അക്കൗണ്ട്, നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, 10 ലക്ഷം രൂപ അന്ന് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഇദ്ദേഹം പറഞ്ഞ പോലെ മലയാളം മിഷൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ബഹ്റിനിലാണ് പ്രവർത്തിക്കുന്നത്. 1600 കുട്ടികൾ ഇപ്പോൾ മലയാളം പഠിക്കുന്നുണ്ട്. അത് കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ. ഓണത്തിന് ഇപ്രാവശ്യം 44 ദിവസത്തെ പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഫോർവേഡ് ചെയ്തുതരാം. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഓഗസ്റ്റ് 22 തൊട്ട് ഒക്ടോബർ 3 വരെ 44 ദിവസം തുടർച്ചയായി ഓണാഘോഷമാണ്. ഓണാഘോഷം എന്നാൽ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും പ്രോഗ്രാമുണ്ട്. ഉദാഹരണത്തിന് ഇപ്രാവശ്യം വരുന്ന ആളുകൾ KS ചിത്ര, മധു ബാലകൃഷ്ണൻ, ആര്യ ദയാൽ, സച്ചിൻ വാര്യർ, പന്തളം ബാലൻ, അതുപോലെ ഗംഗ, പുതിയ ഒരു പെൺകുട്ടിയുണ്ടല്ലോ ഒരു സെൻസേഷനിൽ. അങ്ങനെ 100-ൽ പരം കലാകാരന്മാർ കേരളത്തിൽ നിന്നെത്തുന്നുണ്ട്. അതുപോലെ അവിടുത്തെ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ. ഇപ്പോൾ ഒരു മെഗാ തിരുവാതിര 150 പേര് പങ്കെടുക്കുന്നുണ്ട്. മെഗാ വിന്ധ്യാവലി എന്ന് പറഞ്ഞ ഒരു ഒരു ജുഗൽബന്ദി പോലെയുള്ള അതിന് 150 പേര് പങ്കെടുത്തു. അപ്പം ബഹ്റിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ അറിയില്ല. ബഹ്റിൻ എന്ന് പറഞ്ഞ ലോകത്ത് വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ഭരണാധികാരികൾ വളരെ സെക്കുലറായ, ഇസ്ലാമിക് കൺട്രി ആണെങ്കിലും സെക്കുലറായ ഒരു രാജ്യമാണ്.
നമുക്കിതിനൊന്നും പെർമിഷൻസ് വേണം. നമ്മുടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് പരിപാടി നടത്തുന്നെങ്കിൽ അവരുടേതായ അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കണം. ഇപ്പോൾ നാടകം നടക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് കൊടുക്കണം. അങ്ങനെയുള്ള കാര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ മലയാള നാടകങ്ങൾ നടത്തുന്നത് ബഹറിലാണ്. കഴിഞ്ഞ ഒരു വർഷം 36 നാടകങ്ങൾ നടത്തി. ഈ കഴിഞ്ഞ ആഴ്ച 12 നാടകങ്ങൾ നടന്നു. നരേന്ദ്രപ്രസാദ് അനുസ്മരിച്ചു. അദ്ദേഹം മരിച്ചതിന് ശേഷം പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ നാടക ഉത്സവം നടത്തണം. 12 നാടകങ്ങളാണ് കഴിഞ്ഞ മാസം തീർന്നത്. അപ്പം അതങ്ങനെ 36 നാടകങ്ങൾ തൊട്ട് 50 നാടകങ്ങൾ ഒരു വർഷം നടക്കുന്ന ലോകത്തിലെ ഏക പ്രസാരം ഇതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് അങ്ങനൊരു ഒരു നൈരന്തര്യമുണ്ട്. ഇപ്പം ഞങ്ങൾ തുടങ്ങിയതല്ല, ഇതൊന്നും കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെ വളരെ ഫ്രീ ആണ്. ഞാൻ സാറിന് പറയാറുണ്ട്, മലയാളം ഉണ്ടെങ്കിൽ മലയാള ഭാഷ അറിയാവുന്ന ഒരാൾക്ക് ജീവിക്കാവുന്ന കേരളം വിട്ടുള്ള ഏക പ്രദേശം ബഹറിനാണ്. ആകെ 14 ലക്ഷമാണ് ജനസംഖ്യ. അതിൽ 3 ലക്ഷം മലയാളികളാണ്. അവരെല്ലാം ഒരു ചെറിയ പ്രദേശം, കണ്ണൂരിൻ്റെ അത്രയും പോലും, കണ്ണൂർ സിറ്റിയുടെ അത്രയും പോലും ഇല്ല ബഹർ എന്ന് പറയുന്ന ഒരു പ്രദേശം. അപ്പോൾ അതിൻ്റെ ജനസാന്ദ്രത ഭയങ്കര കൂടുതലാണ്. ഇത്രയും ആളുകൾ ഒരു പ്രത്യേക പ്രദേശത്ത്, മനാമ എന്ന് പറഞ്ഞ പ്രത്യേക പ്രദേശത്താണ് 75% ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ദിവസം രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്കൂളിൽ വിടാം, ഉച്ചയ്ക്ക് അവരെ വീട്ടിൽ വിടാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ തമ്മിലുള്ള ബന്ധം വളരെ കൂടുതലാണ്. ആ ബന്ധം കേരളത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ 1000 പേര് പങ്കെടുക്കുന്നത്. സാധാരണഗതിയിൽ ഒരു പ്രവാസ സമ്മേളനത്തിൽ 1000 പേര് കുടുംബങ്ങളായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ് ഇതിനെ വളരെ പ്രോത്സാഹജനമായി കാണുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരുപക്ഷെ വരാം നോർക്കയായിട്ട് സഹകരിച്ചുകൊണ്ട് ഇത് നടത്തുന്നത്. നോർക്കയുടെ പ്രതിനിധികൾ CEO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും പ്രോത്സാഹനത്തോടുകൂടിയാണ് നടത്തുന്നത്. അപ്പോൾ ഇത് വിജയകരമാക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നിങ്ങളെയും ഞങ്ങൾ ഓഗസ്റ്റ് 16 നടക്കുന്ന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യാം. എനിക്കൊന്ന് ബെല്ലടിച്ച സമയം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. ഓവിക്ക് എന്തെങ്കിലും പറയണോ? ഇല്ലില്ല. ഓക്കെ, താങ്ക് യു. ഫോൺ നമ്പർ പറഞ്ഞു. ഫോൺ നമ്പർ പറഞ്ഞു. 9544447655. 9544447655. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് എത്തിച്ചേർന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തരാമോ? നമ്മളിട്ടില്ല. അതിനുശേഷം 1000 പേരാണ് നമ്മുടെ ടാർഗറ്റ് ഉള്ളത്. 1000 പേര് മിക്കവാറും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് ബഹ്റിന് ഇതിനായിട്ട്, ഈ പ്രസ് മീറ്റിങ്ങിനായിട്ട് വന്നതാണ്. അദ്ദേഹം ബഹ്റിൻ കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ്, മുൻ ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ കൂടിയാണ്. അതുമാത്രമല്ല പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് ആണ്. ഇപ്പോൾ ലോക കേരള സഭയുടെ പ്രതിനിധിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഇതിൻ്റെ നെടുന്തൂണ്. അതിന് ഈ സമ്മേളനവുമായിട്ട് നിങ്ങളെ എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരള സമാജം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്ത് ഇത്രയും വലിയൊരു പ്രവാസി സമൂഹം ഉണ്ട് എന്നുള്ളത്, ഇത്രയും 365 ദിവസവും വൈബ്രൻ്റായ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവാസി സംഘടനയാണ്. കഴിഞ്ഞ 75 വർഷത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കും. ഇന്നെന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് ഏറ്റവും വലിയൊരു പ്രവാസി സമൂഹമായി ബഹ്റിൻ കേരള സമാജം മാറിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ പത്രങ്ങളിൽ അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ 1500ഓളം കുട്ടികൾ മലയാളം പഠിക്കുന്ന ഒരു വലിയൊരു മലയാള പാഠശാല ബഹ്റിൻ കേരള സമാജത്തിലുണ്ട്. 30 ദിവസം ഓണാഘോഷം നടത്തുന്ന, കേരളത്തിന് പുറത്ത് 30 ദിവസം ഓണാഘോഷം നടത്തുന്ന ഒരു സംഘടനയും കേരളത്തിന് പുറത്തുണ്ടാവില്ല. അത് നിരവധി വൈബ്രൻ്റായി 365 ദിവസവും ചലനാത്മകമായ ഒരു പ്രവർത്തനമാണ് ബഹ്റിൻ കേരള സമാജം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പ്രസിഡന്റിനെ കൊന്ന ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് മുമ്പ് ഒരു 75ഓളം വർഷങ്ങൾക്ക് ബഹ്റിൻ പ്രവാസികളായവരും ഇപ്പോൾ നാട്ടിലേക്ക് വെക്കേഷൻ വരുന്നവരും തമ്മിലൊരു വൈകാരികമായ ഒരു ഐക്യം കൂട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 2 വർഷം മുന്നേ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ അദ്ദേഹം ആലോചിച്ചതും അതിൻ്റെ തുടക്കം 2023 തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അതിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം തൃശ്ശൂരും ഈ വർഷം ഇതിൻ്റെ കേരളത്തിൻ്റെ വടക്കേ അറ്റമായ കണ്ണൂരിലും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇത് ഏകദേശം 600 പേര് ഇവിടെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ് ഇത് കൺവീനർ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു വലിയൊരു സംഭവമാക്കി മാറ്റാൻ ഉണ്ട്. ഇതിൻ്റെ അതുകൂടെ തന്നെ വേറെ മലയാളികളുടെയും
ഇവിടുത്തെ വന്ന് സെറ്റിൽ ചെയ്ത ബഹ്റിൻ പ്രവാസികളെയും നമ്മൾ വൈകാരിക ഐക്യം ഊട്ടിക്കുറിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ സാമ്പത്തികവും സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നുള്ള ചർച്ചകൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ